ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാൻ ആദ്യം എന്നെക്കുറിച്ച് പറയാം. എൻ്റെ പേര് മധുബാല എന്നാണ്. ഞാൻ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ചുമ്മാ ഇത്രയും വർഷം ഞാൻ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് വാക്കോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിലൊന്ന് ജോയിൻ ചെയ്തോളൂ, നല്ലതാണ്, പിന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചേക്കണേ എല്ലാം ഓൺലൈൻ ടീച്ചിങ് എന്നാണ്. ആരുടെയും പേര് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ തന്നെ ഓൺലൈൻ ടീച്ചിങ്ങിനെ ഞാൻ വിളിച്ചു. ആരാന്ന് എനിക്കറിയില്ല, ആരോ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, ഇത് പോട്ടെ കേട്ടോ, അപ്പോൾ കുഴപ്പമില്ല, പിന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിയൊന്നും ഞാൻ ചോദിച്ചില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംസാരത്തിൽ എനിക്ക് മനസ്സിലായി ഇത് നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നും ചോദിച്ചില്ല, പേയ്മെൻറ്റോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ജാനുവരിയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഉണ്ടല്ലോ, ആദ്യത്തെ ക്ലാസ്സൊക്കെ കയറി കഴിയുമ്പോൾ മറിയം മാം ആയിരുന്നു. അപ്പം മറിയം മാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം ഓൺലൈൻ ക്ലാസ് അല്ലേ, വലിയ സംഭവമൊന്നുമല്ല. ഞാൻ ജോയിൻ ചെയ്തു. എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം പേയ്മെൻറ്റൊക്കെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. 2 ക്ലാസ് കഴിഞ്ഞപ്പോൾ സത്യമായിട്ട് ഞാൻ പറയുവാണ്, സൂപ്പറായിരുന്നു ക്ലാസ്. അത് എങ്ങനെ ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നല്ലതായിരുന്നു ക്ലാസ്സൊക്കെ. പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തു. ഇപ്പം എനിക്ക് കുഴപ്പമില്ല, നല്ല സുന്ദരമായിട്ട്. ഇപ്പോൾ ഇന്നൊരു 21 സെഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം എനിക്ക് പേയ്മെൻറ്റൊക്കെ കറക്റ്റാണ് കേട്ടോ. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും അജ്മൽ സാർ ചെയ്തിട്ടില്ല. പിന്നെ എന്താ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇങ്ങനൊരു ഗ്രാജുവേഷനൊന്നും എനിക്ക് വന്നിട്ടില്ല. കാരണം പോവുക, സർട്ടിഫിക്കറ്റ് വാങ്ങുക, സൈൻ ചെയ്ത് പോരുക എന്നല്ലാണ്ട് ഇതുപോലെയൊക്കെ കോട്ടൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടാവും തൊട്ട് ഞാൻ വിചാരിച്ചിട്ടും ഇല്ല കേട്ടോ. പക്ഷേ സത്യം, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.